Hi friends, welcome to Competitive Cracker. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് MS വേർഡിലെ പ്രൂഫ് റീഡിങ്, റൂളേഴ്സ് ഒക്കെ പറയുന്ന ടോപ്പിക് കേട്ടോ. നമ്മൾ MS വേർഡിൽ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെയുള്ള ടൈപ്പിസ്റ്റ് പരീക്ഷയൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ സിലബസ് ഏകദേശം ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതാണ്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ വരുന്ന ഒരു കാര്യമാണ് ഈ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. പ്രൂഫ് റീഡിങ്, അതേപോലെ തന്നെ റൂളേഴ്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരുവാനും അല്ലെങ്കിൽ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ് പ്രൂഫ് റീഡിങ്, റൂളേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. പ്രൂഫ് റീഡിംഗ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്. മൈക്രോസോഫ്റ്റ് വേർഡിലെ പ്രൂഫ് റീഡിംഗ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ ടാബ്, നമ്മൾ അധികം ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു ടാബാണ് റിവ്യൂ ടാബ് എന്ന് പറയുന്നത്, റിവ്യൂ മെനു എന്ന് പറയുന്നത്. അപ്പോൾ റിവ്യൂ ടാബുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് ഈ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പരിശോധിക്കാം എന്താണെന്നുള്ളത്. മൈക്രോസോഫ്റ്റ് വേർഡ് പ്രൊവൈഡ്സ് സെവറൽ ബിൽറ്റ് ഇൻ ടൂൾസ്. മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് കുറേ ബിൽറ്റ് ഇൻ ടൂളുകളുണ്ട് കേട്ടോ. ടു ഹെൽപ്പ് യൂസേഴ്സ് പ്രൂഫ് റീഡ് ഡോക്യുമെന്റ്സ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ യൂസേഴ്സിന് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ റിവ്യൂ ചെയ്യണം. റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, തിരുത്തുവാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡോക്യുമെൻറ്റുകൾ പ്രൂഫ് റീഡ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ പ്രൂഫ് റീഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ടൂള് അല്ലെങ്കിൽ ഒരു നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇത് റിവ്യൂ ടാബിനകത്ത് നിന്നാണ് നമുക്ക് ഈ പ്രൂഫ് റീഡിംഗ് പോലുള്ള ടൂൾസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുക, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് പ്രൊവൈഡ് സെവറൽ ബിൽറ്റ് ഇൻ ടൂൾസ് ടു ഹെൽപ്പ് പ്രൂഫ് റീഡ് ഡോക്യുമെന്റ്സ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ നമുക്ക് ഡോക്യുമെന്റുകളെ പ്രൂഫ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ടൂളുകൾ മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കിക്കേ, ഇത് നമ്മുടെ റിവ്യൂ ടാബാണ്. റിവ്യൂ ടാബാണ് ഇപ്പോൾ എനാബിളായി കിടക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് റിവ്യൂ ടാബാണ്. ഈ റിവ്യൂ ടാബിനകത്തുള്ള ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് പ്രൂഫിങ് കേട്ടോ. പ്രൂഫിങ് ഇതാ ഈ സെയിം ഗ്രൂപ്പ് തന്നെ ഞാനിവിടെ കുറച്ചും കൂടി സൂം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രൂഫിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഈ പ്രൂഫിങ്ങിനകത്ത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, തെസാറസ്, വേർഡ് കൗണ്ട് എന്ന് പറയുന്ന 3 ടൂളുകൾ അല്ലെങ്കിൽ 3 സബ് ടാബുകളുണ്ട്. അപ്പോൾ ഈ 3 ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡോക്യുമെൻറ്റിൻ്റെ പ്രൂഫ് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രൂഫ് റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കണം കേട്ടോ. അപ്പോൾ ഈ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എവിടെ നിന്നാണ് ആക്സസ് ചെയ്യാൻ സാധിക്കുക എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പറയുക റിവ്യൂ കേട്ടോ. റിവ്യൂ ടാബ്, ടാബ് എന്നോ മെനു എന്നോ പറഞ്ഞോളൂ, സംഭവം ശരി തന്നെയാണ്. ടാബ് എന്ന് പറഞ്ഞാലും മെനു എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ റിവ്യൂവിനകത്ത് നിന്നാണ് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക്, തെസാറസ്, വേർഡ് കൗണ്ട് പോലുള്ള ടൂളുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് കേട്ടോ. അതായത് ഇവിടുത്തെ ഈ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കുക, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക്. സ്പെല്ലിങ്ങും ഗ്രാമറും ചെക്ക് ചെയ്യുവാനായിട്ടുള്ള കീബോർഡ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് F7 ആണ് കേട്ടോ. നമ്മുടെ ഫംഗ്ഷൻ കീ ആയിട്ടുള്ള F7ൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് കിടക്കുന്ന ഡോക്യുമെൻറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സെൻറ്റൻസിൻ്റെയും പാരാഗ്രാഫിൻ്റെയും വേർഡ്സിൻ്റെയും ഒക്കെ സ്പെല്ലിങ്ങും ഗ്രാമറും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സ്പെല്ലിങ്ങും ഗ്രാമറും കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ വാക്കിൻ്റെ സ്പെല്ലിംഗ് തെറ്റിക്കഴിഞ്ഞാൽ ജസ്റ്റ് മൗസിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സ്പെല്ലിംഗ് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതിനകത്ത് കാണിച്ചു തരും. നമുക്ക് അത് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇംഗ്ലീഷ് പേരുകളും ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്പെല്ലിംഗ് കറക്റ്റായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. റീജിയണൽ ലാംഗ്വേജസ് അല്ലെങ്കിൽ മലയാളം അങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജസ് ആണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തെങ്കിലും വാചകങ്ങളും വാക്യങ്ങളും അല്ലെങ്കിൽ വാക്കുകളും സ്പെല്ലിങ്ങും ഒക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ കേട്ടോ. മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ കീബോർഡിൽ മൊത്തം എത്ര ഫംഗ്ഷൻ കീസ് ആണുള്ളത്, 12 ഫംഗ്ഷൻ കീസ് ആണുള്ളത് കേട്ടോ. 12 F ഫംഗ്ഷൻ കീസ്, F1 മുതൽ F12. അതിനകത്തുള്ള ഒരു കീ ആണ് F7 എന്ന് പറയുന്നത്. F7 കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റിനകത്തുള്ള സ്പെല്ലിങ്ങും ഗ്രാമറും ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സ്പെല്ലിങ്ങും ഗ്രാമറും ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നേരെ റിവ്യൂ ടാബിനകത്ത് പോവുക. നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൽ റിവ്യൂ മെനു ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. എന്താണ് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. എന്താണ് ഇത് ചെയ്യുന്നത്? ഡിറ്റക്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കേട്ടോ. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ നമ്മുടെ ഡോക്യുമെന്റിൽ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. എങ്ങനെ ഡിറ്റക്ട് ചെയ്ത് കാണിച്ചു തരും? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള വാക്കുകൾക്കടിയിലായിട്ട് ഒരു റെഡ് അണ്ടർലൈൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യും? ഇത് മാർക്ക് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. ഇങ്ങനെയായിരിക്കും കാണുന്നത്, നമുക്ക് കാണാൻ സാധിക്കുക. മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ്സിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള വാക്കിന് താഴെയായിട്ട് റെഡ് കളറിൽ ഒരു അണ്ടർലൈൻ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. റെഡ് കളറിലുള്ള അണ്ടർലൈൻ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു പർട്ടിക്കുലർ വേർഡിന്റെ സ്പെല്ലിങ്ങിൽ എന്തോ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ സാധാരണ പ്രാദേശിക വാക്കുകളായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക പേരുകളുണ്ടല്ലോ, സുരേന്ദ്രൻ അങ്ങനെയൊക്കെയുള്ള പേരുകളുണ്ടല്ലോ, അതൊക്കെ ടൈപ്പ് ചെയ്താൽ ഇത്തരത്തിൽ റെഡ് സിമ്പിൾ വരും, റെഡ് അണ്ടർലൈൻ വരും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് ഭാഷയിലാണ് കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് കേട്ടോ. അത് നമ്മൾ പേരും ശ്രദ്ധിച്ചാൽ മതി. അതല്ലാതെ ഇംഗ്ലീഷ് വാക്കുകൾക്ക് താഴെയാണ്, നമ്മൾ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്ന മാറ്ററിന് താഴെയാണ് ഇത്തരത്തിൽ റെഡ് ലൈൻ വരുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക എന്താണ് അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന അണ്ടർലൈൻ എന്ന് പറയുന്നത് റെഡ് അണ്ടർലൈൻ ആണ്. കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. റെഡ് അണ്ടർലൈൻ എന്തിനാണ്, ഗ്രീൻ അണ്ടർലൈൻ എന്തിനാണ്, ബ്ലൂ അണ്ടർലൈൻ എന്തിനാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ അത് ശരിയാക്കി, കുറേ പേരൊക്കെ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നടക്കാൻ പോകുന്ന ടൈപ്പിസ്റ്റ് പരീക്ഷയിലും വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. സോ നന്നായിട്ട് പഠിച്ചു വെക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് കാണിച്ചു തരുവാനായിട്ട് യൂസ് ചെയ്യുന്ന അണ്ടർലൈൻ എന്ന് പറയുന്നത് റെഡ് അണ്ടർലൈൻ ആണ്. ദെൻ ഡിറ്റക്ട്സ് ഗ്രാമർ ഇഷ്യൂസ്. ഇപ്പൊ ഗ്രാമർ ഇഷ്യൂസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ അണ്ടർലൈനിലായിരിക്കും നമുക്ക് കാണിച്ചു തരിക കേട്ടോ. പച്ച അല്ലെങ്കിൽ നീല അണ്ടർലൈനിലായിരിക്കും നമുക്ക് കാണിച്ചു തരിക. എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്താണ് ഗ്രീൻ കളറിൽ ഇങ്ങനെ താഴെ ഇങ്ങനെ ലൈൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക എന്തോ ഒരു ഗ്രാമർ ഇഷ്യൂ നമ്മൾ ടൈപ്പ് ചെയ്ത ആ ഒരു സെന്റൻസിനുണ്ട്. നമുക്കറിയാമല്ലോ ഗ്രാമർ ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ആർട്ടിക്കിൾസ്, അതേപോലെ തന്നെ പ്രീപൊസിഷൻസ്, കൺജങ്ഷൻസ്, ജെറുണ്ട് റൂള്, ടെൻസുകൾ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പച്ച നിറത്തിലുള്ള അണ്ടർലൈൻ ഉപയോഗിച്ച് ആ ഒരു സെന്റൻസിന് താഴെ അല്ലെങ്കിൽ വാക്കുകൾക്ക് താഴെ നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഗ്രാമർ പ്രയോഗങ്ങൾ വരുന്ന മെനുവിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് മനസ്സിലാക്കുക. ഇനി നീല ലൈനും ഗ്രാമർ മിസ്റ്റേക്കിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ നീല ലൈൻസ് വരും, ബ്ലൂ ലൈൻ വരും. അപ്പോൾ ഈ ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റുവൽ എറേഴ്സ് ഉണ്ടല്ലോ, ഈ കോണ്ടെക്സ്റ്റുവൽ എറേഴ്സ് കാണിച്ചു തരുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൈനാണ് ബ്ലൂ ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ വാക്കിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ അവിടെ വരേണ്ടത് there ആണ് എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ there ആയിരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ താഴെ ബ്ലൂ ലൈനിൽ ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ. അത് കണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരുത്തുവാനായിട്ട് സാധിക്കും. അതേപോലെ ഈ there പകരം ചിലപ്പോൾ ദേ ആർ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്ത് ഇങ്ങനെ ബ്ലൂ ലൈനിൽ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റുവൽ എറേഴ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ലൈനാണ് ബ്ലൂ ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് ഗ്രാമർ എറേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ലൈനാണ് ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ലൈനാണ് റെഡ് ലൈൻ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക്. ഒരു ഡോക്യുമെന്റിന്റെ അകത്ത് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന കണ്ടന്റിന്റെ സ്പെല്ലിങ്ങും ഗ്രാമറും ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീ എന്ന് പറയുന്നത് F7 ആണ് എന്ന് എന്ത് ചെയ്യുക, അറിയുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Then offer suggestions with options, ignore, change and add to dictionary. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള സ്പെല്ലിങ്ങും ഗ്രാമറും ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ സജഷൻസ് വരും. നമുക്ക് ഇഗ്നോർ ചെയ്യാം, ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേർഡിനകത്തുള്ള ഡിക്ഷണറിക്കകത്ത് ഇത്തരം പുതിയ വാക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കും അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അത് മനസ്സിലാക്കുക. ഏതെങ്കിലും വാക്കുകൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓക്കെയാണ് അല്ലെങ്കിൽ കറക്റ്റ് ആണ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്തുള്ള ഡിക്ഷണറിക്കകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രാദേശിക വാക്കിൻ്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്തപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇഗ്നോർ ചെയ്യുവാനും ചേഞ്ച് ചെയ്യുവാനും ഒക്കെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് തെസാറസ്. എന്താണ് തെസാറസ് എന്നുള്ളത് നമുക്ക് നോക്കാം. തെസാറസ്
തെസാറസിന്റെ പർപ്പസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഫൈൻഡ് സിനോണിംസ് ടു അവോയ്ഡ് റെപ്പറ്റീഷൻ ആൻഡ് എൻഹാൻസ് വൊക്കാബുലറി. അതായത് സിനോണിംസും അതേപോലെ തന്നെ ആന്റോണിംസും ഒക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് തെസാറസ് എന്ന് പറയുന്നത് കേട്ടോ, മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാം സിനോണിംസും ആന്റോണിംസും ഉണ്ടല്ലേ. നമ്മൾ ചില വാക്കുകളൊക്കെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പർട്ടിക്കുലർ വാക്കിൻ്റെ തന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ, ഒരേ മീനിങ് തന്നെ വരുന്ന പകരം ഉപയോഗിക്കാവുന്ന മറ്റ് വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് സിനോണിംസ് എന്ന് പറയാം. അതുപോലെ തന്നെ ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു വാക്കിൻ്റെ നേരെ വിപരീത അർത്ഥം വരുന്ന വാക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ്, ഒരു വാക്കിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആന്റോണിംസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ സിനോണിംസും ആന്റോണിംസും ഒക്കെ കണ്ടുപിടിക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് തെസാറസ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. സിനോണിംസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക് കേട്ടോ. നമ്മൾ ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വാക്ക് എന്നെ റിപ്പീറ്റ് ചെയ്ത് ആവർത്തന വിരസത ഉണ്ടാക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ തെസാറസ് ടൂൾ ഉപയോഗിച്ച് സിനോണിംസ് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ ഒരു വാക്കിൻ്റെ തന്നെ നേരെ വിപരീത പദം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആന്റോണിംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തെസാറസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മളൊരു പർട്ടിക്കുലർ വാക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, അവിടെ റൈറ്റ് ക്ലിക്ക് അടിക്കുക, ദെൻ ചൂസ് സിനോണിംസ്, അവിടെ സിനോണിംസ് എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ഓർ ഗോ ടു റിവ്യൂ, അല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യണം, റിവ്യൂ ടാബിലേക്ക് പോവുക. അവിടെ തെസാറസ് എന്ന് പറയുന്ന ടൂൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിനോണിംസും ആന്റോണിംസും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സാധാരണഗതിയിൽ ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തൊരു പർട്ടിക്കുലർ വേർഡ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ തന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിനകത്ത് സിനോണിംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സിനോണിംസ് അല്ലെങ്കിൽ ആന്റോണിംസ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് റിവ്യൂ ടാബിൽ പോവുക. അവിടെ തെസാറസ് എന്ന് പറയുന്ന ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനോണിംസും ആന്റോണിംസും ഒക്കെ ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അടുത്തത് നമ്മൾ പഠിക്കുന്നത് വേർഡ് കൗണ്ട് ടൂൾ. വേർഡ് കൗണ്ട് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ടു ചെക്ക് ദ നമ്പർ ഓഫ് വേർഡ്സ്, ക്യാരക്ടേഴ്സ്, പാരഗ്രാഫ്, പേജസ്. നമുക്ക് നമ്മുടെ ഒരു ഡോക്യുമെന്റിനകത്ത് വേർഡുകളുടെ എണ്ണം, ക്യാരക്ടേഴ്സിന്റെ എണ്ണം, പാരാഗ്രാഫുകളുടെ എണ്ണം, പേജുകളുടെ എണ്ണം, ഈ എണ്ണം അല്ലെങ്കിൽ ഈ കൗണ്ട് അറിയുവാൻ വേണ്ടിയിട്ടാണ് വേർഡ് കൗണ്ട് ടൂൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വാക്കുകളുടെ എണ്ണവും ക്യാരക്ടേഴ്സിന്റെ എണ്ണവും പാരാഗ്രാഫുകളുടെ എണ്ണവും പേജുകളുടെ എണ്ണവും ഒക്കെ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്തെന്ന് പറയുന്നത്, വേർഡ് കൗണ്ട് ടൂൾ എന്ന് പറയുന്നത് കേട്ടോ, മനസ്സിലാക്കുക. ഓക്കെ, നമുക്കിത് എങ്ങനെ ആക്സസ് ചെയ്യാം, റിവ്യൂ ടാബിൽ പോവുക. റിവ്യൂ ടാബിനകത്ത് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വേർഡ് കൗണ്ട് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേർഡ്സ് എത്ര, ഒരു ഡോക്യുമെന്റിനകത്ത് എത്ര വേർഡ്സ് ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്, പാരഗ്രാഫുകളുണ്ട്, പേജസ് ഉണ്ട് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ പ്രൂഫ് റീഡിങ്ങിന്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് വരുന്ന ഒരു ടൂളാണ് ട്രാക്ക് ചേഞ്ചസ്. അപ്പോൾ ട്രാക്ക് ചേഞ്ചസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് വെൻ എഡിറ്റിംഗ് കൊളാബറേറ്റ്ലി. അതായത് കുറേ ആൾക്കാർ ഒരുമിച്ചിരുന്നാണ് ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഒരു സെയിം വെർഷൻ ഓഫ് ഡോക്യുമെന്റ് ഒരാളായിരിക്കില്ല ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഒത്തിരി ആൾക്കാർ ചേർന്നായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഈ ഓരോ യൂസേഴ്സും നടത്തിയിട്ടുള്ള ചേഞ്ചസ്, അപ്ഡേഷൻസും ഇൻസേർഷൻസും ഡിലീഷൻസും എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാൻ സാധിക്കണം, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ട്രാക്ക് ചേഞ്ചിങ് ടൂൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ട്രാക്ക് ചേഞ്ചസ് എന്ന് പറയുന്ന ടൂൾ എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്, പുതിയ ഇൻസേർഷൻസ്, ഡിലീഷൻസ്, നമ്മൾ യൂസേഴ്സ് വരുത്തിയിട്ടുള്ള ഫോർമാറ്റിംഗ് ചേഞ്ചസ് കേട്ടോ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പുതിയ ഇൻസേർഷൻസ് ഏതൊക്കെയാണ്, പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്ത ഡാറ്റകൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് കളഞ്ഞിട്ടുണ്ടോ, ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും ഫോർമാറ്റിങ്സ് ഒക്കെ വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുമൊക്കെ ട്രാക്ക് ചേഞ്ച് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. ദെൻ എവിടെ നിന്നാണ് ഈ ട്രാക്ക് ചേഞ്ചസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ പറയുക, റിവ്യൂ ടാബിനകത്ത് എനാബിൾ ട്രാക്ക് ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ട്രാക്ക് ചേഞ്ചസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ യൂസേഴ്സും കൊളാബറേറ്റീവ്ലി ആണ് ഈ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ ഓതേഴ്സും നടത്തിയിട്ടുള്ള അപ്ഡേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ പ്രൂഫ് റീഡിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ സിലബസിൽ മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രൂഫ് റീഡിംഗ് എന്താണ് എന്നുള്ളത് പഠിക്കണമെന്നുള്ളത്. വളരെയധികം എളുപ്പമാണ്. ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ, എറേഴ്സ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പഠിച്ചു, എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചു. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. റൂളേഴ്സ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്. അപ്പോൾ റൂളേഴ്സ് എന്താണ് നമുക്ക് പരിശോധിക്കാം.
ദ റൂളർ ഈസ് എ വിഷ്വൽ ഗൈഡ് that help you align text, graphics, tables and other elements in your document. നമ്മുടെ ഡോക്യുമെൻറ്റിനകത്തുള്ള ടെക്സ്റ്റുകൾ, ഗ്രാഫിക്സ്, ടേബിളുകൾ, മറ്റ് എലമെൻറ്റുകൾ ഇവയെല്ലാം പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുവാൻ അല്ലെങ്കിൽ പൊസിഷൻ ചെയ്യുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സംഗതിയാണെന്തെന്ന് പറയുന്നത് റൂളർ എന്ന് പറയുന്നത് കേട്ടോ. കറക്റ്റ് റൂളർ ലൈൻസ് അല്ലെങ്കിൽ റൂളർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ എലമെൻറ്റുകളെയും കറക്റ്റ് അലൈൻമെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്ത് വെക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. ദെൻ ഇറ്റ് ഹെൽപ്സ് വിത്ത് മാർജിൻസ്, ഇൻഡൻസ് ആൻഡ് ടാബ് സ്റ്റോപ്സ്. അപ്പോൾ നമുക്ക് ഈ മാർജിൻസ്, ഇൻഡൻസ്, ടാബ് സ്റ്റോപ്പ് ഇതെല്ലാം പ്രോപ്പറായിട്ട് ഈ റൂളറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാമല്ലോ മാർജിൻസ് നമുക്ക് 4 സൈഡിലും മാർജിൻ ഉണ്ട് അല്ലേ, ലെഫ്റ്റ് മാർജിൻ, റൈറ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ, ബോട്ടം മാർജിൻ. അപ്പോൾ ഈ മാർജിൻസ് സെറ്റ് ചെയ്യുവാനും അതേപോലെ തന്നെ പാരഗ്രാഫ് ഇൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനും പാരഗ്രാഫിനും ഇടയിൽ വരുന്ന സ്പേസുകളെയാണ് നമ്മൾ ഇൻഡൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടാബ് സ്റ്റോപ്പ് കേട്ടോ, നമ്മൾ ടാബ് കീ അമർത്തുമ്പോഴത്തേക്ക് കർസർ ലൈൻ എത്ര സ്പേസ് മാറി വേണം നിൽക്കാനായിട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ റൂളറുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റൂളേഴ്സ് പ്രധാനമായിട്ടും ഒന്ന് ഹൊറിസോണ്ടൽ റൂളർ. നമുക്ക് റൂളർ പ്രധാനമായിട്ട് 2 തരത്തിലാണ് വരുന്നത്, ഹൊറിസോണ്ടൽ റൂളറും ഉണ്ട്, വെർട്ടിക്കൽ റൂളറും ഉണ്ട്. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഹൊറിസോണ്ടൽ റൂളറാണ് കേട്ടോ. ഫൗണ്ട് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഡോക്യുമെന്റ് വിൻഡോ. നമ്മുടെ ഡോക്യുമെന്റ് വിൻഡോയുടെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു റൂളറാണെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റൂളർ എന്ന് പറയുന്നത് കേട്ടോ. എന്തിനാണ് ഈ ഹൊറിസോണ്ടൽ റൂളർ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഹൊറിസോണ്ടൽ റൂളർ നമ്മൾ യൂസ് ചെയ്യുന്നത്? പാരഗ്രാഫ് ഇൻഡന്റേഷൻ, അതായത് ഇതൊരു റൂളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂളർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പാരാഗ്രാഫിൻ്റെ ഇൻഡന്റേഷൻ പ്രോപ്പറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മാർജിൻസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ടാബ് സ്റ്റോപ്പ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് കൊണ്ട് പ്ലേസ് ചെയ്യുന്ന വിവിധ എലമെൻറ്റുകളായ ചാർട്ടുകൾ, ഇമേജസ്, ഷേപ്സ് ഇതെല്ലാം പ്രോപ്പറായിട്ട് അലൈൻമെൻറ്റ് ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പോൾ ഹൊറിസോണ്ടൽ റൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കുന്ന റൂളറാണ് എന്ന് മനസ്സിലാക്കുക. ഇറ്റ് കൺട്രോൾസ് പാരാഗ്രാഫ് ഇൻഡൻസ്, ടാബ് സ്റ്റോപ്സ്, മാർജിൻസ്, ഒബ്ജക്ട് പ്ലേസ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ടേബിൾസ്, ഇമേജസ്, ഷേപ്സ്, ചാർട്ട്, സ്മാർട്ട് ചാർട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പറയാം കേട്ടോ. അത് മനസ്സിലാക്കുക. ദെൻ നമ്മൾ നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് എന്താണ്, വെർട്ടിക്കൽ റൂളറാണ് കേട്ടോ. വെർട്ടിക്കൽ റൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ട് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് വിൻഡോ. നമ്മുടെ വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു റൂളറാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതൊരു വിൻഡോ ആണ് എന്നുണ്ടെങ്കിൽ ഇതാ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, നമുക്ക് വെർട്ടിക്കൽ റൂളർ കാണാൻ സാധിക്കുക കേട്ടോ. അതാണ് ഫൗണ്ട് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ വിൻഡോ. വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. എന്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്? ടോപ്പ് ആൻഡ് ബോട്ടം മാർജിൻസ്. നമ്മുടെ ഒരു ഡോക്യുമെന്റിന് ടോപ്പ് മാർജിനും ഉണ്ടാവും, ബോട്ടം മാർജിനും ഉണ്ടാവും അല്ലേ. അപ്പോൾ ടോപ്പ് മാർജിനും ബോട്ടം മാർജിനും കൺട്രോൾ ചെയ്യാനായിട്ട് വെർട്ടിക്കൽ റൂളർ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പൊസിഷനിങ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് ഗ്രാഫിക്സ് വെർട്ടിക്കലി നമ്മുടെ ടെക്സ്റ്റുകളെയും നമ്മൾ യൂസ് ചെയ്യുന്ന വിവിധ ഗ്രാഫിക്സുകളെയും മറ്റ് എലമെൻറ്റുകളെയും എല്ലാം പൊസിഷൻ ചെയ്യുവാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഈ വെർട്ടിക്കൽ റൂളർ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, ഒരുപാട് തലപുകഞ്ഞ് പഠിക്കേണ്ട പരിപാടിയൊന്നും ഇതിനകത്തില്ല, വളരെ എളുപ്പത്തിൽ പഠിച്ചു വെക്കാവുന്ന സംഗതിയാണ് കേട്ടോ. പിന്നെ മാർജിൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മാർജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റബിൾ ഏരിയയ്ക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ടോപ്പ് സൈഡിലും ബോട്ടം സൈഡിലും വരുന്ന എക്സ്ട്രാ സ്പേസ് കേട്ടോ. പ്രിന്റബിൾ റീജിയന് പുറത്തായിട്ട് വരുന്ന എക്സ്ട്രാ സ്പേസിനെയാണ് നമ്മൾ മാർജിൻസ് എന്ന് പറയുന്നത്. മാർജിൻസ് നമുക്ക് പേജ് ലേഔട്ട് എന്ന് പറയുന്ന ടാബിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. മാർജിൻസ് കസ്റ്റമൈസബിൾ ആണ് കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർജിൻസ് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അത് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. കുറച്ച് ഷോർട്ട് കട്ടുകളുണ്ട് കേട്ടോ, അപ്പോൾ ഇവിടെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ക്രീനിൽ നമുക്ക് റൂളർ കാണുവാനായിട്ട് ഷോ ചെയ്യുവാനും ഹൈഡ് ചെയ്യുവാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് Alt+W ആദ്യം കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂളറിനെ ആക്ടിവേറ്റ് ചെയ്യുവാനും പറ്റും, അതേപോലെ തന്നെ ഡിസേബിൾ ആക്കുവാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പോൾ ആ ഷോർട്ട് കട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദെൻ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വിച്ച് കീ ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് ദ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ഇൻ MS വേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുകയാണ്. സ്പെല്ലിങ്ങും ഗ്രാമറും ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് F7 ആണ് കേട്ടോ.
ഫംഗ്ഷൻ കീ ആയിട്ടുള്ള F7 ആണ് സ്പെല്ലിങ്ങും ഗ്രാമറും ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സ്പെല്ലിങ്ങും ഗ്രാമറും ഒക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടൂളാണ് എന്ന് ചോദിച്ചാൽ പറയുക പ്രൂഫ് റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടൂൾസ് ആണ് കേട്ടോ. പ്രൂഫ് റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടൂൾസ് ആണ്, അല്ലെങ്കിൽ പ്രൂഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടൂൾസ് ആണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് ആക്സസ് ചെയ്യാൻ സാധിക്കുക? നമ്മുടെ റിവ്യൂ ടാബിൽ നിന്നാണ് ഇതെല്ലാം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. കൃത്യമായിട്ട് പഠിച്ചു പോവുക. ദെൻ അടുത്ത ചോദ്യം, which feature suggest the improvements related to grammar, clarity and style in MS Word 365? അതായത് നമുക്ക് നമ്മുടെ ഈ മൈക്രോസോഫ്റ്റ് വേർഡ് 365 ഗ്രാമർ, ക്ലാരിറ്റി, സ്റ്റൈൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇംപ്രൂവ്മെന്റ്സിന് സഹായിക്കുന്ന ഫീച്ചർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ വന്ന് എന്താണ്? എഡിറ്റർ ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ വന്നിട്ട് എഡിറ്റർ ആണ്. ഈ എഡിറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? MS Word 365 ഗ്രാമർ, അതേപോലെ തന്നെ ഡോക്യുമെന്റിന്റെ ക്ലാരിറ്റി, സ്റ്റൈല് ഇതെല്ലാം എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് എ റെഡ് വേവി അണ്ടർലൈൻ ഇൻഡിക്കേറ്റ് ഇൻ വേർഡ്? നമ്മുടെ വേർഡിനകത്ത് ചുമന്ന അണ്ടർലൈൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു എന്താണ്? സ്പെല്ലിംഗ് എറർ കേട്ടോ. സ്പെല്ലിങ്ങിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കാണിച്ചു തരുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അണ്ടർലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് റെഡ് അണ്ടർലൈൻ ആണ്. ഇനി ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിലോ ബ്ലൂ അണ്ടർലൈനും ഗ്രീൻ അണ്ടർലൈനും നമ്മൾ യൂസ് ചെയ്യും. ഈ ബ്ലൂ അണ്ടർലൈൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കോണ്ടക്സ്റ്റുവൽ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബ്ലൂ അണ്ടർലൈൻ ആണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റ് ഗ്രാമറിന്റെ ഭാഗമായിട്ട് വരുന്ന ആർട്ടിക്കിൾസ്, പ്രീപോസിഷൻസ്, കൺജങ്ഷൻസ്, ജെറണ്ട് റൂള്, ടെൻസുകൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളെല്ലാം നമുക്ക് കാണിച്ചു തരുവാനായിട്ട് യൂസ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഗ്രീൻ ലൈനാണ്. സോ സൂപ്പറായിട്ട് പഠിക്കുക. അടുത്ത ചോദ്യം, ഹൗ ക്യാൻ യു ഡിസ്പ്ലേ ഓർ ഹൈഡ് ദ റൂളർ ഇൻ MS Word? നമ്മുടെ MS Wordനകത്ത് റൂളേഴ്സിനെ ഹൈഡ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ മറച്ചു വെക്കുവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ റൂളേഴ്സ് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാബ് എന്ന് പറയുന്നത് വ്യൂ ടാബാണ് കേട്ടോ. റൂളേഴ്സിനെ ഷോ ചെയ്യുവാനും ഹൈഡ് ചെയ്യുവാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാബ് എന്ന് പറയുന്നത്, മെനു എന്ന് പറയുന്നത് വ്യൂ എന്ന് പറയുന്ന ടാബാണ്. വ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഷോ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഷോ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ റൂളറിൻ്റെ അവിടെ ഒരു ചെക്ക് ബോക്സ് കാണും. ആ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റിൽ റൂളർ കാണാനായിട്ട് സാധിക്കും. ഹൊറിസോണ്ടൽ റൂളറും വെർട്ടിക്കൽ റൂളറും കാണാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ റൂളർ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ചെക്ക് ബോക്സിനെ അൺടിക്ക് ചെയ്താൽ മതിയാവും. മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ഹൈഡ് ചെയ്യാനും സാധിക്കും കേട്ടോ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ചോദ്യം നമ്മൾ പഠിച്ചത് തന്നെയാണ്. വാട്ട് ഈസ് ദ കീബോർഡ് ഷോർട്ട് കട്ട് ടു ടോഗിൾ ദ റൂളർ ഓൺ ഓർ ഓഫ്? നമുക്ക് റൂളറിനെ ഓൺ ചെയ്യുവാനും ഓഫ് ചെയ്യുവാനും അല്ലെങ്കിൽ റൂളറിനെ ഷോ ചെയ്യുവാനും ഹൈഡ് ചെയ്യുവാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം Alt+W then R. Alt+W മാത്രം നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് റിവ്യൂ ടാബ് എനാബിൾ ആയി വരും കേട്ടോ. മറ്റേതെങ്കിലും ടാബിലാണ് കിടക്കുന്നതെങ്കിൽ റിവ്യൂ ടാബ് ഓപ്പൺ ആയി വരും. ദെൻ നമ്മൾ R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ Alt+R കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റൂളറിനെ കാണുവാനും അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന റൂളറിനെ നമുക്ക് ഹൈഡ് ചെയ്യുവാനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് പ്രൂഫ് റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളും റൂളറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. സോ അത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. റിവ്യൂ ടാബിനകത്ത് വരുന്നതാണ് ഈ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ ടൈപ്പിസ്റ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ജോയിൻ ചെയ്യാം. നമ്മുടെ തീം എന്ന് പറയുന്നത് റാങ്ക് നേടാം, റാങ്ക് ഉള്ളവർക്കൊപ്പം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിലേക്ക് വന്ന് ചേർന്ന് മികച്ച രീതിയിൽ എല്ലാവരും പഠിക്കുക, പഠിച്ച് എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ താഴെ കാണുന്ന നമ്പറിൽ 8590202323 എന്ന നമ്പറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ എന്താ പറയുക നമ്മുടെ ഈ കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയേണ്ടത്, ഹാൾ ടിക്കറ്റ് വരട്ടെ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ടൊക്കെ പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോഴേയൊക്കെ പഠിച്ച് തുടങ്ങുക കേട്ടോ. ഇപ്പോഴേയൊക്കെ പഠിച്ചു തുടങ്ങി നല്ല പ്രാക്ടീസ് ആയിട്ട് ഇരിക്കുക. സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.